കപ്പലിൽ ഇനിയും പൊട്ടിത്തെറിയുണ്ടാകാൻ സാധ്യത. കേരള തീരത്തിനടുത്ത് തീപിടിച്ച ചരക്ക് കപ്പലിൽ ഇനിയും പൊട്ടിത്തെറിയുണ്ടാകാൻ സാധ്യതയെന്ന് മുന്നറിയിപ്പ്. കപ്പലിലുള്ള കണ്ടെയ്നറുകളിൽ അപകടകരമായ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് എന്നാണ് സംശയിക്കുന്നത്. കോസ്റ്റ് ഗാർഡ്, നേവി എന്നിവർ കപ്പലിലേക്ക് തിരിച്ചിട്ടുണ്ട്. കപ്പലിലെ പലർക്കും പൊള്ളലേറ്റു. തൊഴിലാളികളെ കേരള തീരത്തെത്തിച്ചാൽ ചികിത്സ നൽകുവാൻ ആവശ്യമായ തയ്യാറെടുപ്പ് നടത്തുവാൻ എറണാകുളം, കോഴിക്കോട് ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകുവാൻ മുഖ്യമന്ത്രി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയോട് നിർദ്ദേശിച്ചു. ആംബുലൻസുകൾ സജ്ജമാക്കാനും നിർദ്ദേശമുണ്ട്. 20 കണ്ടെയ്നറുകൾ കടലിൽ വീണതായാണ് വിവരം. കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോയ വാൻഹായ് 503 എന്ന ചരക്ക് കപ്പലിലാണ് തീരത്തുനിന്ന് 78 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് രാവിലെ 9:30 തീപിടുത്തമുണ്ടായത്. 22 ജീവനക്കാർ കപ്പലിലുണ്ടായിരുന്നു. ഇതിൽ 18 പേർ കടലിൽ ചാടി. ഇവർ രക്ഷാബോട്ടുകളിൽ ഉണ്ടെന്നാണ് വിവരം. ഇവരെ രക്ഷപ്പെടുത്താൻ ശ്രമം തുടരുകയാണ്. കപ്പൽ നിലവിൽ മുങ്ങിയിട്ടില്ല. ഒരു കണ്ടെയ്നർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. മറ്റ് കപ്പലുകൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വൻ തീപിടുത്തമാണ് ഉണ്ടായതെന്ന് വ്യോമസേനാ വൃത്തങ്ങൾ അറിയിച്ചു. ഒന്നിലധികം സ്ഫോടനങ്ങൾ ഉണ്ടായി. തീ അണയ്ക്കാനുള്ള ആദ്യ ശ്രമങ്ങൾ വിജയിച്ചില്ല. തീ പിടിക്കുന്നതും അപകടകരവുമായ വസ്തുക്കൾ കപ്പലിലുണ്ടെന്നാണ് വിവരം. സിംഗപ്പൂരിൽ രജിസ്റ്റർ ചെയ്തതാണ് അപകടമുണ്ടായ കപ്പൽ. ചൈന, മ്യാൻമർ, ഇന്തോനേഷ്യ, തായ്ലൻഡ് പൗരന്മാരാണ് ജീവനക്കാർ. 20 വർഷം പഴക്കമുള്ള കപ്പലിന് 270 മീറ്റർ നീളമുണ്ട്. 7-ാം തീയതി കൊളംബോയിൽ നിന്ന് പുറപ്പെട്ട കപ്പൽ 10 രാവിലെ 9:30 മുംബൈയിൽ ജവഹർലാൽ നെഹ്റു തുറമുഖത്ത് എത്തേണ്ടതായിരുന്നു. കപ്പലിൽ 650ഓളം കണ്ടെയ്നറുകൾ ഉണ്ടെന്നാണ് സൂചന. കോഴിക്കോട് തീരത്ത് നിന്നും 144 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായാണ് കപ്പൽ അപകടമുണ്ടായത്. ബേപ്പൂരിൽ നിന്നും 144 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായാണ് കപ്പൽ അപകടമുണ്ടായത്. 10 മണിക്കൂർ മുൻപാണ് കപ്പൽ കൊളംബോ തീരത്തുനിന്ന് യാത്ര തുടങ്ങിയത്. നാളെ രാവിലെ മുംബൈ തീരത്തെത്തേണ്ടതായിരുന്നു. കപ്പിത്താനും 3 എഞ്ചിനീയർമാരും ഇപ്പോഴും കപ്പലിൽ തുടരുകയാണ്. കപ്പലിൽ കണ്ടെയ്നറുകൾ സൂക്ഷിച്ച സ്ഥലത്താണ് അപകടമുണ്ടായത്. ന്യൂ മാംഗ്ലൂരുവിൽ നിന്നുള്ള ICGS രാജ്ദൂത്, കൊച്ചിയിൽ നിന്നുള്ള ICGS അർവേഷ്, അഗത്തിയിൽ നിന്നുള്ള ICGS സാചത് എന്നിവ സഹായത്തിനായി തിരിച്ചുവിട്ടതായി കോസ്റ്റ് ഗാർഡ് അറിയിക്കുന്നു. അതേസമയം കപ്പൽ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ കേസ് എടുക്കേണ്ടെന്ന കേരളത്തിന്റെ തീരുമാനത്തോട് കേന്ദ്രത്തിനും യോജിപ്പാണ്. നഷ്ടപരിഹാരം കിട്ടാനുള്ള നടപടികൾക്കാണ് ആദ്യ മുൻഗണനയെന്നാണ് കേന്ദ്ര സർക്കാരിന്റെയും നിലപാട്. ഇൻഷുറൻസ് കമ്പനിയുമായുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിലെന്നാണ് സൂചന. മത്സ്യത്തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാരവും മലിനീകരണം തടയാനുള്ള ചിലവും ആദ്യം കമ്പനിയിൽ നിന്ന് വാങ്ങിയെടുക്കാനാണ് നീക്കം. കടലിൽ ഒഴുകിയ 61 കണ്ടെയ്നറുകളിൽ 51 ഇതിനോടകം തീരത്തെത്തിച്ചിട്ടുണ്ട്. കടലിൽ വീണ കണ്ടെയ്നറുകളൊന്നിലും ഹാനികരമായ വസ്തുക്കൾ ഉണ്ടായിരുന്നില്ല. തീരത്ത് എണ്ണ മലിനീകരണമില്ലെന്നും ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് വ്യക്തമാക്കിയിട്ടുണ്ട്. നിയമപ്രകാരമുള്ള അന്വേഷണം തുടരുന്നുവെന്നും ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നു. മുങ്ങൽ വിദഗ്ധർ കപ്പലിലെ ചോർച്ച അടയ്ക്കാനുള്ള നടപടി ഇന്ന് തുടങ്ങുമെന്നും DG ഷിപ്പിംഗ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.